നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ടോസ്റ്റർ ഉപയോഗിച്ച് 5 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കേക്കാണ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് 1/2 കപ്പ് മൈദ, പിന്നെ ഒരു മുട്ട, പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, ഒരു നുള്ള് ഉപ്പ്, 1/4 കപ്പ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഇത് ബദാം മിക്സ് എസൻസ് ആണ്. ഇതൊരു 3 തുള്ളി വേണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് ബീറ്റർ ഉപയോഗിച്ച് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയിട്ട് അതും നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഓയിൽ ഒഴിച്ച് അതും ഒന്ന് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് അതും ഒന്ന് ബീറ്റ് ചെയ്യുക. അടുത്തതായി ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ച മൈദയാണ്. ഈ മൈദയിൽ ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ച് 2 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചതാണ്. മൈദ ആദ്യം തന്നെ മുഴുവനായി ഇടാൻ പാടില്ല. ആദ്യം ഒരു പകുതി മാത്രം ഇട്ട് അത് ഒന്ന് മിക്സാക്കിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളത് ഇടാവൂ. അതും ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് അതും നന്നായി ഒന്ന് യോജിപ്പിച്ച് വെക്കുക. നമ്മളിന്ന് ചെയ്യുന്നത് 2 തരം കേക്കാണ്. ഒന്ന് ചോക്ലേറ്റും ഒന്ന് ബദാം മിക്സ് എസൻസ് ഒഴിച്ചിട്ടുള്ള ഒരു കേക്കും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നേരെ പകുതി 2 പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കണം. ഇതിലൊന്നിലേക്ക് ഒരു 3 തുള്ളി ബദാം മിക്സ് എസൻസ് ഒഴിച്ച് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ച് അതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു ടോസ്റ്ററിലേക്ക് നന്നായി ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ ഓരോന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടുള്ളൂ. സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കൊണ്ട് കേക്ക് റെഡിയായി കിട്ടും. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കും, കേക്ക് നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഇതിൽ നിന്നും എടുത്ത് മാറ്റി വെക്കാം.